ഇതിനുള്ള അവകാശം. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഈ അടുത്തിടെ 2 ദിവസമായി ഞാനത് ഉൾപ്പെടുത്താൻ മറന്നുപോയി. ഒരു കോഴിക്കോട് ഒരാളൊരു കത്ത് എഴുതിയിരിക്കുന്നു. ആ കത്ത് ഓണസമയമായതുകൊണ്ട് കോഴിക്കോട് ഭയങ്കര കോഴിക്കോടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി കോഴിക്കോടാണോ ഇല്ലെന്ന് ഐ എം നോട്ട് ഷുവർ, ബട്ട് കോഴിക്കോടാണെന്നാണ് ഞാൻ കരുതുന്നത്. അവിടെ തെരുവുകളിൽ വലിയ തിരക്ക്, കറക്റ്റാണ്. വണ്ടി ഇടാൻ സ്ഥലമില്ല, ഓക്കെ. വലിയ ട്രാഫിക്കാണ്, ഓക്കെ. അപ്പം ഓട്ടോയ്ക്ക് സവാരി കിട്ടാനും വലിയ ബുദ്ധിമുട്ട്. കാരണം എന്താണ്? ഒരുപാട് വാഹനങ്ങൾ കോഴിക്കോട്ടേക്ക് വരുന്നു, ടൗണിലേക്ക് വരുന്നു. അതുകൊണ്ട് ഓണസമയത്ത് ഒരാൾ കത്തയച്ചിരിക്കുകയാണ്. ഓണസമയത്ത് ഒരു വണ്ടിയിൽ ഒരാൾ മാത്രമേ ഉള്ളെങ്കിൽ, ഒരു കാറിൽ, ഇപ്പോൾ ഒരു ആൾട്ടോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് കാറും ആയിക്കോട്ടെ, ഒരാളെ ഉള്ളെങ്കിൽ അത് അനുവദിക്കരുത്, അല്ലെ അത് പീനലൈസ് ചെയ്യണം. ഇങ്ങനൊരു കത്ത് എഴുതിയിരിക്കണം. ഞാനത് ശ്രദ്ധപ്പെട്ടു. ഞാൻ ആ കത്തിൻ്റെ ഒരു വിശദാംശത്തിലേക്ക് ഒന്ന് പറയാം. ഞാൻ എവിടെയാണ് വന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ആ കത്തിങ്ങനെയായിരുന്നു. കോഴിക്കോട് നഗരത്തിലെ 30 വർഷമായി ഓട്ടോ ഓടിക്കുന്ന നാസർ പെരുമണ്ണയാണ് ഫേസ്ബുക്കിലൂടെ തൻ്റെ ആവശ്യം പങ്കുവച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർ ഷൗക്കത്ത് അലി സാർ, എൻ്റെ പേര് നാസർ. ഞാൻ കഴിഞ്ഞ 30 വർഷമായി കോഴിക്കോട് സിറ്റിയിൽ ഓട്ടോ ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളാണ്. കോഴിക്കോട് സിറ്റിയിൽ ഓരോ ദിവസവും വാഹനങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പല സ്ഥാപനങ്ങളും പല മാളുകളും സിറ്റിയിൽ വരുന്നതോടുകൂടി പല നാടുകളിൽ നിന്നും ആളുകൾ വരുന്നു. അവരിൽ 100-ൽ 70% കാറുമായിട്ടാണ് വരുന്നത്. അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ സിറ്റിയിൽ ഇല്ല. ഇതുകൂടാതെ 4337 സിറ്റി പെർമിറ്റുള്ള ഓട്ടോറിക്ഷകൾ കോഴിക്കോട് ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ അത് 7500-അടുത്തായി. അതുകൂടാതെ ഓൺലൈൻ ടാക്സികൾ, കാറുകൾ, ഇതെല്ലാം കൂടി കോഴിക്കോട് സിറ്റിയിൽ നിറഞ്ഞു തുളുമ്പുകയാണ്. ഈ ഗതാഗത കുരുക്ക് പോലീസിനെ നിയന്ത്രിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അപ്പോൾ ഈ പോസ്റ്റ് ഇടാൻ കാരണം അദ്ദേഹം പറയുന്നത്, ഓണം അടുത്ത് വരുന്നു, ഇപ്പോൾ ഉള്ളതിൻ്റെ 10 മടങ്ങ് ബ്ലോക്ക് ഉണ്ടാകും. ഓണം കഴിയുന്നതുവരെയെങ്കിലും ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നത് കമ്മീഷണർ ചെയ്തതുപോലെ ബഹുമാനപ്പെട്ട ഷൗക്കത്ത് അലി സാർ ചെയ്യണം. എങ്ങനെയെന്നല്ലേ? ഓണം വരുമ്പോൾ കാറിൽ ഒരാൾ മാത്രം സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കണം. അല്ലെങ്കിൽ ഒരു ഓട്ടം പോലും ഞങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ തന്നെ 30 രൂപയുടെ ഓട്ടം പോയാൽ 20 രൂപയുടെ ഇന്ധനം തീരുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. പാവപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരായ ഞങ്ങളുടെ സ്ഥിതി ദയനീയമായിരിക്കും സാർ. ഒരു ആഘോഷം വന്നാൽ സിറ്റിയിൽ ആളുകൾ വന്നുകൂടും, നല്ല ഓട്ടം കിട്ടും, പക്ഷെ ഓടാൻ കഴിയില്ല. ഇത് കഴിഞ്ഞ് വർഷങ്ങളോളം ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളാണ് എന്ന് പറഞ്ഞാണ് അദ്ദേഹം കത്തെഴുതിയിരിക്കുന്നത്. ഓണം എടുക്കുമ്പോൾ കാറിൽ ഒരാൾ മാത്രം സിറ്റിയിലേക്ക് വരികയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കണം. ഇതാണ് പറയുന്ന കേസ്. ഇത് എന്താണ് ഇത്? ഓക്കെ, പുള്ളി പറഞ്ഞ കാര്യം പുള്ളിയുടെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ശരിയായ കാര്യം. പക്ഷെ ഒരാൾ കാറിലേക്ക് വരുമ്പോൾ, സിറ്റിയിലേക്ക് വരുമ്പോൾ കർശന നടപടി എടുക്കണം എന്ന് പറയുമ്പോൾ പോലീസ് സ്വാഭാവികമായിട്ടും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം രാജ്യത്തെ നിയമം, വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അയാൾ ടാക്സ് അടച്ചിട്ടാണ് വണ്ടി ഓടിക്കുന്നത്. അയാൾക്ക് അവിടെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ വീട്ടിലെല്ലാവരെയും കൊണ്ട്, ഇപ്പോൾ ഒരു വീട്ടിൽ നിന്ന് ഒരു സാധനം മോളിൽ പോയി വാങ്ങിക്കണം, ഓണത്തിന് വാങ്ങിക്കാനാണെന്ന് ഇരിക്കട്ടെ, അയാൾ കാറെടുത്ത് സ്വന്തമായിട്ട് പോകുന്നു. ഭാര്യ ആയിരിക്കും, അല്ലെങ്കിൽ ഭർത്താവായിരിക്കും, അല്ലെങ്കിൽ മകനായിരിക്കും, ഒരാൾ പോകുന്നു. എല്ലാവരെയും കൊണ്ട് പോകുന്നില്ല എന്നുള്ളതുകൊണ്ട് ആ കാറിനെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നാണോ പറഞ്ഞു വരുന്നത്? അങ്ങനെയും വരാമല്ലോ സംഭവങ്ങൾ. അല്ലെ തന്നെ പുറത്തുനിന്ന് വരുന്ന ആളുകളായിരിക്കും, അവർ ആ പട്ടണത്തിലൂടെ കടന്നു പോവുകയായിരിക്കും, അവർ ഒരാളെ കാണത്തുള്ളൂ. അപ്പോൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ്. പിന്നെ ചില പറഞ്ഞ് ഒരാളെ ഉള്ള വലിയ വലിയ കാറുകളുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ ഈ SUV ഒക്കെ വലിയ 40 ലക്ഷം 50 ലക്ഷം, അതിനകത്തുള്ള എന്തിനാണ് അവർ പോകുന്നത്? അല്ലെ അവർക്ക് അങ്ങനെ പൊയ്ക്കൂടെ? അത് ഓൾട്ടോ ആയിക്കോട്ടെ, ടാറ്റയുടെ വണ്ടി ആയിക്കോട്ടെ, 50 ആയിക്കോട്ടെ, 60 ആയിക്കോട്ടെ, ഇതെങ്ങനെയാണ് നമ്മളത്? ഒരാൾ ആ സമയത്ത് കാറിനകത്ത് കോഴിക്കോട് ടൗണിൽ കൂടെ പോകുന്നതിനെതിരെ ഞാൻ പുള്ളി എഴുതിയതിന് ഓക്കെ, പുള്ളിയുടെ വികാരം അങ്ങനെയാണ്, പുള്ളി കരുതുന്നത് അതാണ് എൻ്റെ ഒരു സൊല്യൂഷൻ അങ്ങനെ. പക്ഷെ ഇവിടെ ഒരു വലിയൊരു പ്രശ്നമുള്ളത്, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് വയലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അപേക്ഷയാണ് പുള്ളി കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയിലെ രാജ്യത്തെ പൗരന്മാരുടെ അല്ലെ ഒരു പരാതിയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മളൊരു പരാതി പറയുമ്പം അത് കോൺസ്റ്റിറ്റ്യൂഷണലി, നിയമപരമായിട്ട് വ്യക്തിയുടെ സ്വാതന്ത്ര്യം ഇത് പരിഗണിക്കേണ്ടതാണ്.
ഓക്കെ, നമുക്ക് വേണമെങ്കിൽ പറയാം പോലീസിനെ കൊണ്ടൊരു അഭ്യർത്ഥന നടത്തുക, അധികം ആരും വണ്ടിയിലേക്ക് വരാതിരിക്കുക, അല്ല അങ്ങനെ അല്ലെ സൈക്കിളിലേക്ക് മാറുക, അല്ലെങ്കിൽ എല്ലാവരും പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുക. ഇതൊക്കെ ഓക്കെ, ദാറ്റ്സ് ഗുഡ്. പക്ഷെ ഒരാൾ മാത്രമായിട്ട് വണ്ടി ഓടിച്ച് ടൗണിലേക്ക് വരികയാണെങ്കിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ പോലീസ് എന്തായാലും അതിന് പോലീസിന് കാര്യമായിട്ട് എടുക്കാൻ അറിയാം. പോലീസ് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്, അല്ല പോലീസിന് തോന്നിയൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്താണ് പ്രശ്നം? ആളുകൾ നിയമം കയ്യിലെടുക്കുന്ന ഒരു ടെൻഡൻസി പലർക്കും ഉണ്ടാകും. ഒരു കാറിലൊക്കെ പോകുന്നവരെ നോക്കി ആദ്യം ചിലപ്പം തെറി പറയായിരിക്കും, ചിലപ്പോൾ കാറിനകത്ത് അടിയിക്കായിരിക്കും, അല്ലെ കൊണ്ടുവന്ന് പോറലായിരിക്കും, പിന്നെ അത് ആക്രമണത്തിലേക്ക് വരാം. ഈ കൗ വിജിലാൻറ്റിസത്തിൻ്റെയൊക്കെ ഒരു ഫോർമേറ്റീവ് സ്റ്റേജ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ചെറുതായിട്ട് അസ്വാരസ്യവും ചെറിയ ചെറിയ ഇതുമൊക്കെ പ്രകടിപ്പിച്ചാണ് ഈ തുടങ്ങുന്നത്. പിന്നെ ഇതാണ് ഒരു നോക്കൂ, ഓട്ടോ ഡ്രൈവർമാരുടെ അവരുടെ കഞ്ഞി പാറ്റ ഇടാനാന്നോടാണ് ഈ വണ്ടി കൊണ്ടുപോകുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമല്ല, നമ്മൾ അങ്ങനെയൊന്നും അല്ലല്ലോ, നമ്മൾ വേറെ ഒരു കാര്യത്തിന് പോവുകയാണ്, നമ്മൾ ഈ സിറ്റിയിലൂടെ കടന്നു പോവുകയാണ്. അല്ല, നീ ഒരുത്തനും ഈ വണ്ടിയും എന്തുമാത്രം എണ്ണയാണ് കളയുന്നത്, ഞങ്ങൾക്ക് ഓട്ടം കിട്ടുന്നില്ല. ഇതെല്ലാം നമ്മൾ ഒരുപാട് സാമൂഹ്യപരമായ ഭരണഘടനാപരമായ ബോധവൽക്കരണത്തിന് വിധേയമാകണം. അത് ഏത് തൊഴിലാളികൾ, ടാക്സി ഡ്രൈവർ ആയിക്കോട്ടെ, ഓട്ടോ ഡ്രൈവർ ആയിക്കോട്ടെ, ഇത് ഇങ്ങനെയൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വരുന്നത് തന്നെ ആ ഒരു ഈ അന്യൻ്റെ സ്വാതന്ത്ര്യത്തെയും അവൻ്റെ അവകാശത്തെക്കുറിച്ചുമുള്ള ഒരു എന്താ പറയുക, ഡിസ്റിഗാർഡ്, അത് തന്നെയാണ് പറയുക. ഇതിൻ്റെയൊക്കെ ഒരു മറ്റൊരംശമാണ്. മറ്റേതാകുമ്പോൾ കുറച്ച് മതത്തിൻ്റെയും കുറച്ച് അന്ധവിശ്വാസങ്ങളിലേക്ക് ഒരു ഇത് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതെത്തിക്കൊണ്ടിരിക്കുന്നു. ബട്ട് വാട്ട് ഐ വാണ്ടഡ് ടു ടെൽ യു ഈസ് കൗ വിജിലാൻറ്റിസം ഇന്ത്യയിലെ, നോർത്ത് ഇന്ത്യയിൽ ഒരു വലിയ പ്രശ്നമാണ്. ഇതിനെതിരെയാണ് യഥാർത്ഥത്തിൽ വലിയ തോതിലുള്ള പ്രക്ഷോഭങ്ങളും പ്രൊട്ടസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരു പൗരൻ സഞ്ചരിക്കുമ്പോൾ ബോധവൽക്കരണങ്ങൾ എല്ലാം വേണം. പ്രൊട്ടസ്റ്റ് ഇൻ ദ സെൻസ് ദാറ്റ് അവിടെ പോയി വീണ്ടും തിരിച്ച് ഇതേ കണക്ക് ഹൈവേ തടയണമെന്നല്ല ഞാൻ പറഞ്ഞു. ഇതിനെതിരെ വളരെ നമ്മൾ ഇതിനകത്ത് പെട്ടിട്ടില്ല. നമുക്കിവിടെ അങ്ങനെ ഒരു ഭ്രാന്ത് ഇല്ലാത്തത് കൊണ്ട് അവിടെ നടക്കുന്ന സാധനം അല്ലെങ്കിൽ നമ്മളുടെയൊക്കെ ബന്ധുക്കളും നമ്മളെ കൂട്ടുകാരും നമ്മൾ തന്നെയും ഒക്കെ അവിടെ പോകേണ്ടി വരും. ഇപ്പോൾ എല്ലാവർക്കും വണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ പശുവിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമാണ്. കാരണം ഈ യു പിയിലൊക്കെയാണ് ഈ പശുക്കളെ കൊണ്ടുവന്ന തൊഴുത്തുകളിൽ വലിയ വലിയ ഗോശാലകൾ ഉണ്ടാക്കി പണപ്പിരിവ് നടത്തി ഭയങ്കര പിരിവാണത്. ഞാൻ ഈ യൂട്യൂബിലൊക്കെ നിങ്ങൾ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ എല്ലാവരും ഈ ഗോശാലകൾ നടത്തുന്ന ആളുകൾ പബ്ലിക്കായിട്ട് ഫണ്ട് ചോദിക്കുന്നതാണ്. ഇതിനൊക്കെ അനുമതിയും കിട്ടും, മനസ്സിലായല്ലേ? പശുവിനെ സംരക്ഷിക്കാനായിട്ട് അതെന്തോ വലിയ പുണ്യപ്രവൃത്തിയാണ്, മറ്റു പ്രവൃത്തികളെക്കാൾ മഹോന്നതമാണ് എന്നൊക്കെ കാണിക്കുന്ന രീതിയിൽ ഇവർ സംസാരിക്കും. അപ്പം അവരെ സംബന്ധിച്ചോളം ഈ ഗോ സംരക്ഷണ നടത്താനായിട്ട് ഒരു ടെൻറ്റ് ഒക്കെ അടിച്ച് ഒരു ശാലയൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു പുണ്യപ്രവൃത്തിയാണ്, സാമൂഹ്യ സേവനമാണ്, മറ്റേതാണ്, ഭയങ്കര സംഭവമാണ് അവരെ സംബന്ധിച്ച്. പശുവിനോട് മാത്രമേ ഉള്ളൂ. കാളയും പോത്തും എരുമയും ഇതൊന്നുമില്ല. ഇത് സത്യത്തിൽ ഭ്രാന്താണിത്. ഈ ഭ്രമയുഗം എന്ന് പറഞ്ഞൊരു സിനിമ ഉണ്ട് മലയാളത്തിൽ. ഞാൻ അത് കണ്ടില്ല സിനിമ, പക്ഷെ ഞാൻ എൻ്റെ ടൈറ്റിൽ വെച്ചുകൊണ്ട് പറയുകയാണ്, ഇതേപോലെ പശുയുഗമാണ്. അമ്മാതിരി ഭ്രമം, അമ്മാതിരി വിഭ്രാന്തിക്ക് അടിമപ്പെട്ട ഒരു ജനതയാണ് വളർന്നു വരുന്നത് ബേസായിട്ട്. ഇതിന് ഒരു രാഷ്ട്രീയക്കാരനും ഈവൻ ദോ ഇപ്പോൾ കൗ വിജിലൻസിൻ്റെ മേളിൽ പഴി കേൾക്കുന്നതെല്ലാം BJP ആയിരിക്കും. പക്ഷേ ഇനി BJP മാറി CJP വന്നാലും അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വന്നാലും ഈ ഒരു സാധനം അഡ്രസ്സ് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഇവർ വന്നാൽ നിൽക്കുകയില്ല, മാറുകയില്ല. കാരണം ഇതിന് അപ്രൂവൽ വരുന്നത് ഈ മതത്തിൽ നിന്നും അന്ധവിശ്വാസത്തിൽ നിന്നും വയലൻസിൽ നിന്നുമാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ വയലൻസ്, കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ, ആ ക്രൂരത. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം, ഞാൻ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ചലഞ്ച് കൊടുക്കാൻ, ഇവരാണിത് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം ചെയ്യുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ചെറുപ്പക്കാരായാലും ജെൻസി ആയാലും, വൈ ഡോണ്ട് യു ടോക്ക് അബൌട്ട് ദിസ് ഇഷ്യൂ? ദിസ് ഇസ് നിങ്ങളൊക്കെ പലപ്പോഴും ട്രിപ്പുകൾക്കൊക്കെ പോയിട്ട് വരുമ്പോൾ കാറിലും ബസ്സിലും വലിയ വലിയ വണ്ടിയിലൊക്കെ ആയിരിക്കും പോകുന്നത്. എങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. റിയൽ ഡേഞ്ചറാണ്. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും കുറേ നാളുകൾക്ക് ശേഷം ഞാൻ ഈ ഒരു വിഷയം തന്നെ 2015 മുതൽ ഐ ടോൾഡ് യു, പുസ്തകം എഴുതിയിട്ടുണ്ട്, പ്രസംഗിച്ചിട്ടുണ്ട്, പബ്ലിക് പ്രസൻറ്റേഷൻസ് നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഈ വിഷയം, ആളുകൾ മരിക്കുന്നുണ്ട്, ഈ മരണം പോലും പലതും നമ്മളത്രയും ശ്രദ്ധിക്കുന്നില്ല. കൗ വിജിലാൻറ്റിലിസം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഒരു വലിയൊരു സാമൂഹ്യപരമായിട്ടുള്ള വലിയൊരു ഈവിളാണ്.
അതിനോട് തുടർച്ചയായിട്ട് വരുന്ന പല ഇവികളും ഉണ്ട്. അതിനകത്തെല്ലാം പോകുന്നത് ഹൈവേ യാത്രകൾ സുരക്ഷിതമല്ലാതാകുന്നു, റോഡ് യാത്രകൾ സുരക്ഷിതമല്ലാതാകുന്നു. അത് നമ്മൾ തന്നെ സുരക്ഷിതമല്ലാതാക്കുന്നതോ അല്ലെങ്കിൽ വണ്ടി വന്ന് ഇടിക്കുന്നതോ ഒന്നും അല്ല ഞാൻ പറഞ്ഞത്. അത് വിജിലാൻറ്റിസം ആയാലും ഈ നമ്മൾ ഹൈവേ തടയൽ, നമ്മൾ കേരളത്തിലിപ്പോൾ ഹൈവേ ആദ്യം വന്നാൽ ഹൈവേയിലിരിക്കുക, ഹൈവേ തടയുക, എന്ത് വിഷയം ആയിക്കോട്ടെ. മറ്റുള്ളവർ ചിലപ്പോൾ പോകുന്നവർ അവർ ഹോസ്പിറ്റലിൽ പോകുന്നവരായിരിക്കും, ചിലപ്പോൾ ഒരു ക്രിട്ടിക്കൽ കേസ് ആയിരിക്കും, ഒരു അപകടത്തിന് ആയ ആളിനെ കൊണ്ടുപോയിരിക്കും. അന്നേരം പറയുകയാണ് ഇത് ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് നിങ്ങൾ പോയാൽ മതി. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് കൊണ്ടുപോകുന്ന ആംബുലൻസ് അവിടെ കിടക്കണം. ഇതൊക്കെ ശരിയാണോ? നമുക്ക് ഇങ്ങനെയാണോ പ്രതിഷേധം, ഇങ്ങനെയാണോ അധികാരികളിൽ എത്തിക്കുന്നത്? ഇത് മാത്രമേ വഴിയുള്ളൂ? ഇങ്ങനെ ചെയ്യുമ്പോൾ അതിനെ ലെജിറ്റിമൈസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്നത് ശരിയാണോ? ഇങ്ങനെയാണെങ്കിൽ നമ്മളുടെ സമൂഹവും രാജ്യവും എത്ര മുന്നോട്ട് പോകും? ഇതൊക്കെ നമ്മൾ ചിന്തിക്കണ്ടേ? ആരുടെയെങ്കിലും പിന്തുണ കിട്ടും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഈ പറയുന്ന വസ്തുതകളും സത്യവും എല്ലാം മറന്നുകൊണ്ട് സംസാരിക്കുന്നത് ശരിയാണോ? അതുപോലെയാണ് ഇത് നോക്കുമ്പോൾ കാണാൻ പാവപ്പെട്ട ഒരുത്തൻ കത്തെഴുതിയിരിക്കുന്നു, ഓണക്കാലത്ത് അവന് ഇച്ചിരി ഓട്ടം കിട്ടുന്നതാണ്, അപ്പോൾ അത് ഇല്ലാതാക്കാനായിട്ട് എല്ലാവരും എന്താ പറയുന്നത്, ഫോർഡും BMW അതിനകത്ത് എൻ്റെ അടിയിലെ കമൻ്റൊക്കെ ആയിട്ട് BMW കൊണ്ടുപോകുന്നതിനെയൊക്കെ എല്ലാം പിടിച്ചു കെട്ടണമെന്ന്. BMW കൊണ്ടുപോകുന്നവൻ എന്തിനാണ് യഥാർത്ഥത്തിൽ അവൻ ഈ നാട്ടുകാരോട് അല്ലെങ്കിൽ നാട്ടുകാർ അല്ലെങ്കിൽ കുറേ ആളുകളോട് എന്തിനാണ് പുള്ളി എന്തിനാണ് പറയുന്നത് ഞാൻ BMW പോകുന്നത് അത്യാവശ്യം ഒരു കേസിനാണ്, എനിക്ക് ആശുപത്രി പോകണം, അതാണ് ഇതാണെന്നൊക്കെ എന്തിനാണ്? ഒരു പൗരനും അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ട്രാഫിക് വിഷയമുണ്ട്, ആൾക്കൂട്ടമുണ്ട്, റോഡുകളില്ല, ഇൻഫ്രാസ്ട്രക്ചർ ബോട്ടിൽ നെക്സ് ഉണ്ട്, അത് പരിഹരിക്കണം. അതിന് ഈ മനുഷ്യരുടെ മേളിൽ കയറിക്കൊണ്ടല്ല ചെയ്യേണ്ടത്. ഇതിപ്പോൾ രണ്ട് വിഭജന ബോധം തന്നെയായില്ലേ? ഓട്ടോറിക്ഷക്കാരും വലിയ കാറിൽ പോകുന്ന അവരെല്ലാം പണക്കാരും, അവരെല്ലാം എന്താ പറയുന്നത് അങ്ങ് ബൂർഷകളും, ഹാവ്സ് ആൻഡ് ഹാവ് നോട്ട്സ്. ഇത് ശരിയല്ല. ഇങ്ങനെ സമൂഹത്തെ വിഭജിക്കുന്നത് ശരിയല്ല, ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ല, ആവശ്യങ്ങൾ ആഘോഷിക്കുന്നത് ശരിയല്ല. ജനാധിപത്യ വിരുദ്ധമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്.